നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, എന്നാൽ നമ്മൾ ഏറ്റവും കുറച്ചുമാത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. പണം. രാവിലെ എഴുന്നേൽക്കുന്നു, തിരക്കിട്ട് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തളർന്ന് വീട്ടിൽ വരുന്നു. മാസാവസാനം കിട്ടുന്ന ശമ്പളം മുഴുവൻ ബില്ലുകൾ അടയ്ക്കാനും EMI കൊടുക്കാനും ബാക്കിവെക്കുന്നു. വീണ്ടും അടുത്ത മാസം ഇതേ ചക്രം ആവർത്തിക്കുന്നു. ഒരു ട്രെഡ്മില്ലിൽ ഓടുന്നതുപോലെയാണത്. നമ്മൾ വിയർപ്പൊഴുക്കി ഓടുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എങ്ങോട്ടും എത്തുന്നില്ല. ഈ ഓട്ടത്തെയാണ് എലിപ്പന്തയം അഥവാ റാറ്റ് റേസ് എന്ന് വിളിക്കുന്നത്. ഈ പന്തയത്തിൽ നിങ്ങൾ ഒന്നാമതെത്തിയാലും നിങ്ങൾ വെറുമൊരു എലി മാത്രമായിരിക്കും. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പണത്തിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നതിനു പകരം പണത്തെക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ഇവിടെ നൽകുക. കാരണം ദാരിദ്ര്യമെന്നത് നിങ്ങളുടെ പോക്കറ്റിൽ പണമില്ലാത്ത അവസ്ഥയല്ല, അതൊരു മാനസികാവസ്ഥയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറിയാൽ നിങ്ങളുടെ ജീവിതം മാറും. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആഴമേറിയ യാത്രയിതാ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണമെന്നതിൻ്റെ യഥാർത്ഥ അർത്ഥമാണ്. പണമെന്നത് വെറുമൊരച്ചടിച്ച കടലാസല്ല, അത് നിങ്ങൾ വിയർപ്പൊഴുക്കിയ നിങ്ങളുടെ സമയവും ഊർജവുമാണ്. ഒരു ദരിദ്രന്റെയും സമ്പന്നന്റെയും ചിന്തകൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയാമോ? പണം കയ്യിൽ വരുമ്പോൾ അതെങ്ങനെ ചിലവാക്കാം എന്ന് ചിന്തിക്കുന്നവനാണ് ദരിദ്രൻ. എന്നാൽ ആ പണം എങ്ങനെ വളർത്താം എന്ന് ചിന്തിക്കുന്നവനാണ് സമ്പന്നൻ. നിങ്ങളുടെ ചിന്തകൾ ഇതിലേതു പക്ഷത്താണെന്ന് ആദ്യം സ്വയം ചോദിക്കുക. സമ്പന്നർ ഒരിക്കലും പണത്തിനു പിന്നാലെ ഓടാറില്ല. അവർ പണത്തെ ആകർഷിക്കുന്ന വ്യവസ്ഥിതികൾ അഥവാ സിസ്റ്റം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം. രാമുവും സോമനും ഒരു ഗ്രാമത്തിലെ രണ്ട് ചെറുപ്പക്കാരായിരുന്നു. ഗ്രാമത്തിൽ വലിയ കുടിവെള്ളക്ഷാമം വന്നപ്പോൾ വളരെ ദൂരെയുള്ള നദിയിൽ നിന്നും ഗ്രാമത്തിലേക്ക് പണം വാങ്ങി വെള്ളം ചുമക്കാൻ അവർ രണ്ടുപേരും തീരുമാനിച്ചു. രാമു കൂടുതൽ പണത്തിനായി രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ വെള്ളം ചുമന്നു. കൂടുതൽ ബക്കറ്റുകൾ ചുമന്നാൽ കൂടുതൽ പണം കിട്ടുമല്ലോ എന്നവൻ ചിന്തിച്ചു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ അവന് നല്ല പണം ലഭിച്ചു. എന്നാൽ സോമൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചത്. തന്റെ ശരീരവും സമയവും ഉപയോഗിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വെള്ളം ചുമക്കാൻ കഴിയില്ലെന്നവൻ മനസ്സിലാക്കി. ഒരസുഖം വന്നാൽ അല്ലെങ്കിൽ പ്രായമായാൽ തന്റെ വരുമാനം അവിടെ നിലയ്ക്കും. അതുകൊണ്ട് സോമൻ ഒരു തീരുമാനമെടുത്തു. അവൻ രാവിലെ മുതൽ ഉച്ചവരെ മാത്രം വെള്ളം ചുമക്കുകയും ബാക്കി സമയം നദിയിൽ നിന്നും ഗ്രാമത്തിലേക്കൊരു പൈപ്പ് ലൈൻ നിർമ്മിക്കാനും മാറ്റിവെച്ചു. രാമുവും ഗ്രാമവാസികളും സോമനെ നോക്കി പരിഹസിച്ചു. നോക്കൂ, അവൻ വെറുതെ സമയം കളയുന്നു. രാമു എത്ര പണമാണ് ദിവസവും ഉണ്ടാക്കുന്നത്? സോമൻ അതൊന്നും ചെവികൊണ്ടില്ല. അവൻ കഠിനമായി അധ്വാനിച്ച് പാറകൾ വെട്ടിമാറ്റി പൈപ്പ് ലൈൻ നിർമ്മാണം തുടർന്നു. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. നിരന്തരം ഭാരം ചുമന്നതുകൊണ്ട് രാമുവിന്റെ ആരോഗ്യം ക്ഷയിച്ചു. അവന് പഴയതുപോലെ വെള്ളം ചുമക്കാൻ കഴിയാതായി. അവൻ പണിക്ക് പോകാത്ത ദിവസങ്ങളിൽ അവന് പണമില്ലാതായി. എന്നാൽ സോമൻ നിർമ്മിച്ച ആ പൈപ്പ് ലൈൻ പണി പൂർത്തിയായതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. നദിയിൽ നിന്നുള്ള വെള്ളം ആ പൈപ്പിലൂടെ ഗ്രാമത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. സോമൻ ഉറങ്ങുമ്പോഴും അവൻ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും അതിലൂടെ വെള്ളമൊഴുകിയും അവന് നിരന്തരം പണം ലഭിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഇതിൽ നിങ്ങളുടെ ജീവിതം രാമുവിൻ്റേതുപോലെയാണോ അതോ സോമൻ്റേതുപോലെയാണോ എന്ന് ചിന്തിക്കുക. മിക്ക ആളുകളും രാമുവിനെപ്പോലെയാണ്. ദിവസത്തിൽ 8 മണിക്കൂർ സമയത്തെ വിറ്റ് നമ്മൾ പണം വാങ്ങുന്നു. നമ്മൾ ജോലിക്ക് പോയാൽ പണം കിട്ടും, പോയില്ലെങ്കിൽ പണമില്ല. അതാണ് ആക്റ്റീവ് ഇൻകം അഥവാ സജീവ വരുമാനം. എന്നാൽ നിങ്ങൾ സമ്പന്നനാകണമെങ്കിൽ സോമുവിനെപ്പോലെ ചിന്തിക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സിസ്റ്റങ്ങൾ അഥവാ പാസീവ് ഇൻകം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ഉറക്കത്തിൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ മരിക്കുന്നതുവരെ നിങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരും. ഇനി പറയൂ, ഈ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാൻ സാധാരണക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്നുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ അക്ഷമയാണ് ഇതിന് പ്രധാന കാരണം. ഇന്ന് പണിയെടുത്താൽ വൈകുന്നേരം കൂലി കിട്ടുക എന്നതാണ് നമ്മുടെ ശീലം. ഒരു പൈപ്പ് ലൈൻ നിർമ്മിക്കാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം. അത് പരാജയപ്പെടുമോ എന്ന ഭയവും സമൂഹത്തിന്റെ പരിഹാസങ്ങളും കാരണം നമ്മൾ കിട്ടുന്ന ശമ്പളത്തിൽ ഒതുങ്ങി ജീവിക്കുന്നു. എന്നാൽ ഓർക്കുക, ഉണർന്നിരിക്കുമ്പോൾ അതിനുള്ള വിത്തുകൾ പാകിയാൽ മാത്രമേ ഉറങ്ങുമ്പോൾ പണം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്കെത്താൻ കഴിയൂ. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്
ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക എന്നതാണ്. സാധാരണക്കാരുടെ കയ്യിൽ പണം വരുന്നു, അത് ചിലവുകളായി അഥവാ ബാധ്യതകളായി പുറത്തേക്ക് പോകുന്നു. എന്നാൽ സമ്പന്നർ അവരുടെ പണം ഉപയോഗിച്ച് ആസ്തികൾ, അതായത് അവരുടെ പോക്കറ്റിലേക്ക് വീണ്ടും വീണ്ടും പണം നേടിക്കൊടുക്കുന്ന കാര്യങ്ങൾ വാങ്ങുന്നു. ഒരു പുതിയ മൊബൈൽ ഫോണോ വലിയൊരു സ്ക്രീനുള്ള ടിവിയോ വാങ്ങുമ്പോൾ അതൊരു ചിലവാണ്. എന്നാൽ ലാഭം തരുന്ന ഒരു ബിസിനസ്സിലോ സ്ഥലത്തോ കൃത്യമായി ഡിവിഡൻഡ് തരുന്ന നല്ല ഓഹരികളിലോ പണം മുടക്കുമ്പോൾ അതൊരാസ്തിയായി മാറുന്നു. ശമ്പളം കിട്ടിയാൽ നമ്മളൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? EMI അടയ്ക്കും, വാടക കൊടുക്കും, സൂപ്പർമാർക്കറ്റിൽ പോയി ചിലവുകൾ നടത്തും. അവസാനം എല്ലാം കഴിഞ്ഞിട്ടെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രം മാറ്റിവയ്ക്കും. ഇന്നു മുതൽ ആ രീതി പൂർണ്ണമായും മാറ്റുക. പണം കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ വരുമാനത്തിന്റെ 10-20% ആദ്യം നിങ്ങൾക്ക് തന്നെ നൽകുക. അതായത് നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റിവയ്ക്കുക. ബാക്കി വരുന്ന തുക കൊണ്ടു മാത്രം ജീവിക്കാൻ ശീലിക്കുക. ആ മാറ്റിവെക്കുന്ന തുകയാണ് നിങ്ങളുടെ ഭാവിയുടെ അടിത്തറ. പണ്ടുകാലത്ത് മനുഷ്യരെ ചങ്ങലക്കിട്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളെ ചങ്ങലക്കിടുന്നത് EMIകളാണ്. ആധുനിക കാലത്തെ അടിമത്തമാണത്. മൂല്യം കുറയുന്ന സാധനങ്ങൾ വാങ്ങാൻ കടമെടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം കാലിൽ കോടാലി വയ്ക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരെ കാണിക്കാനും സമൂഹത്തിൽ വലിയവനാണെന്ന് തെളിയിക്കാനും വേണ്ടി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത പണം കൊടുത്ത് വാങ്ങുന്ന രീതി ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് വലിയ കടങ്ങളുണ്ടോ? ഭയപ്പെടേണ്ട. സ്നോബോൾ മെത്തേഡ് ഉപയോഗിച്ച് അതിൽ നിന്ന് പുറത്തുകടക്കാം. നിങ്ങളുടെ കടങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതുക. അതിൽ ഏറ്റവും ചെറിയ കടം ഏതാണോ അത് ആദ്യം അടച്ചു തീർക്കുക. ആ ചെറിയ കടം തീർക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം ലഭിക്കും. ആ ഊർജം ഉപയോഗിച്ച് അടുത്ത വലിയ കടം തീർക്കുക. അങ്ങനെ പടിപടിയായി മലമുകളിൽ നിന്ന് ഒരു മഞ്ഞുരുള താഴേക്കുരുണ്ടുവന്ന് വലുതാവുന്നതുപോലെ ആ കടക്കണിയിൽ നിന്ന് പൂർണ്ണമായി പുറത്തുകടക്കുക. ഇതിനൊപ്പം തന്നെ സമ്പാദിച്ചതെല്ലാം ഒറ്റയടിക്ക് ഒരസുഖം വരുമ്പോൾ ആശുപത്രിയിലാകാതിരിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു മാറ്റിവെക്കുന്ന പണം വെറുതെ ബാങ്ക് അക്കൗണ്ടിലോ അലമാരയിലോ ഇട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന ചിതൽ അതിനെ തിന്നുതീർക്കും. 10 വർഷം മുൻപ് 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് അതേ 1000 രൂപയ്ക്ക് കിട്ടുമോ? ഇല്ല. പണത്തിന്റെ മൂല്യം കുറയുകയാണ്. അതുകൊണ്ട് ആ പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കുക. ദിവസവും നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ചെറിയ തുക കൃത്യമായി നിക്ഷേപിക്കുകയും അതിൽ നിന്നുള്ള ലാഭം വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? കൂട്ടുപലിശയുടെ കരുത്തിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ചെറിയ തുക കോടികളായി മാറും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിനെ വിളിച്ചത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്നാണ്. ഇത് മനസ്സിലാക്കുന്നവർ വലിയ സമ്പത്ത് നേടുകയും മനസ്സിലാകാത്തവർ അനാവശ്യമായി പണം ചെലവാക്കി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ടുകൾ, സ്വർണം എന്നിങ്ങനെ നിങ്ങളുടെ അറിവിനനുസരിച്ച് പണം വൈവിധ്യവൽക്കരിച്ച് നിക്ഷേപിക്കാൻ പഠിക്കുക. കോടികളുടെ നിക്ഷേപങ്ങളില്ലാതെ തന്നെ ഈ ഇന്റർനെറ്റ് കാലത്ത് നിങ്ങൾക്ക് സ്വന്തമായി പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാം. നിങ്ങളുടെ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. നിങ്ങൾക്ക് പാചകമോ തയ്യലോ എന്തുമാകട്ടെ, നിങ്ങളുടെ ആ കഴിവിനെ ഒരു ഡിജിറ്റൽ കോഴ്സാക്കി മാറ്റുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. നിങ്ങൾക്ക് എഴുതാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പുസ്തകങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇതെല്ലാം നിങ്ങൾക്കുവേണ്ടി നിരന്തരം പണിയെടുക്കുന്ന നിങ്ങളുടെ ഡിജിറ്റൽ പൈപ്പ് ലൈനുകളാണ്. ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് വലിയ അപകടമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് പണം വരുന്ന ഒന്നിലധികം വഴികൾ നിങ്ങൾ കണ്ടെത്തണം. സോഷ്യൽ മീഡിയയിലെ ആഡംബരം കണ്ട് അവരുമായി താരതമ്യം ചെയ്ത് ജീവിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അവർ ധരിക്കുന്ന വാച്ചും കാറുമൊക്കെ കണ്ട് അവർ വലിയ സമ്പന്നരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവരിൽ പലരും വലിയ കടക്കിണിയിലായിരിക്കും. യഥാർത്ഥ സമ്പത്ത് എന്നത് മറ്റുള്ളവർ കാണുന്ന സാധനങ്ങളല്ല, അതാരും കാണാത്ത നിങ്ങളുടെ നിക്ഷേപങ്ങളും ബാങ്ക് ബാലൻസും നാളെയെക്കുറിച്ചുള്ള പേടിയില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനവുമാണ്. എവിടെയാണ് നിങ്ങളുടെ പണം ചോർന്നു പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ കൃത്യമായൊരു ബജറ്റുണ്ടാക്കുക. ചെറിയ ചോർച്ചകൾ വലിയ കപ്പലിനെപ്പോലും മുക്കും എന്നെപ്പോഴും ഓർക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യമെന്നത് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൂട്ടാനുള്ള കഴിവല്ല, മറിച്ച് നാളെ രാവിലെ എഴുന്നേറ്റ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ജോലിക്ക്, ഇഷ്ടമില്ലാത്ത ഒരു ബോസിന്റെ മുന്നിലേക്ക് പോകേണ്ടി വരില്ല എന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു സ്കൂളും ഒരു കോളേജും നിങ്ങളെ പഠിപ്പിക്കില്ല. അത് നിങ്ങൾ സ്വയം പഠിക്കണം. പുസ്തകങ്ങൾ വായിക്കുക, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ആ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ലോകത്തെ ഏറ്റവും വലിയ പണക്കാർക്കും നിങ്ങൾക്കും
ദൈവം നൽകിയിരിക്കുന്നത് ഒരേ 24 മണിക്കൂർ തന്നെയാണ്. ആ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഫോണിലോ ടിവിയിലോ വെറുതെ കളയുന്ന 1-2 മണിക്കൂറുകൾ ഒരു പുതിയ കഴിവ് പഠിക്കാനോ നിങ്ങളുടെ സാമ്പത്തിക ഭാവി പ്ലാൻ ചെയ്യാനോ ഉപയോഗിക്കുക. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളും ഇന്ന് നിങ്ങൾ സഹിക്കുന്ന ചെറിയ ത്യാഗങ്ങളുമാണ് നാളത്തെ നിങ്ങളുടെ വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യമായി മാറുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുകളെ പഴിചാരുന്നത് നിർത്തുക. ഒരു ദരിദ്രനായി ജനിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ ഒരു ദരിദ്രനായി തന്നെ മരിക്കുന്നത് പൂർണ്ണമായും നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ തുടങ്ങുക. കിട്ടുന്നതെല്ലാം ചിലവാക്കുന്ന ബക്കറ്റ് ചുമക്കുന്നവനാകാതെ നാളേക്ക് വേണ്ടി ഇന്നേ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുന്നവരാകുക. അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കി പണത്തെ ബഹുമാനിച്ച് നിക്ഷേപങ്ങൾ തുടങ്ങി സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു പുതിയ വ്യക്തിയായി നിങ്ങൾ മാറുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയങ്ങൾ ഇതാ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ധൈര്യമായി മുന്നോട്ടു പോകുക. നിങ്ങൾ ജനിച്ചത് വലിയ വിജയങ്ങൾ നേടാൻ വേണ്ടിയാണ്.